കോമൺ മിസ്റ്റേക്ക് പറയട്ടെ. മോസ്റ്റ്ലി എല്ലാവരും ഗോൾഡ് ഒക്കെ വെയർ ചെയ്താണ് നടക്കുക. അപ്പോൾ പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ആ ഒരു ഹാൻഡ് വർക്കിൻ്റെ കോമ്പിനേഷൻ ഒന്നും നോക്കാതെ ഇട്ട ഓർണമെന്റ്സിൽ തന്നെയാണ് എല്ലാവരും ആ ഒരു ഫംഗ്ഷന് ചെല്ലുക. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് അയ്യോ അത് വേറൊരു കോമ്പിനേഷനിലായിരുന്നു കുറച്ചൊരു ബെറ്റർ ആയിരിക്കും. ഇത് കണ്ടോ, നമ്മളെപ്പോഴും നമ്മളുടെ ആ ഒരു ഹാൻഡ് വർക്കിൻ്റെ കോമ്പിനേഷനോട് സെറ്റ് ആവുന്ന രീതിയിലാണ് ആക്സസറീസും ഫുഡ് വെയറും എല്ലാം വെയർ ചെയ്യുക. ഇന്ന് നമ്മൾ കാണിക്കുന്ന ഔട്ട്ഫിറ്റും അങ്ങനെ ടഫ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആട്ടോ. അതായത് സെർദോസിയുടെ തന്നെ സിൽവർ ടോണിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ബട്ട് ഞാൻ ഈ ഡിസൈനേഴ്സ് പറഞ്ഞു കേട്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആ ഒരു സിൽവർ ടോണിൽ ആ ഒരു യോക്ക് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മൾ അധികം ആരും ചൂസ് ചെയ്യാറില്ല, കാരണം ഇതൊരു റിസ്കി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ബട്ട് അത് നോക്കി അത്ര ഭംഗി ആൻഡ് ഫീലോട് കൂടി നമ്മളത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ഹാൻഡ് വർക്കിൻ്റെ ആ ഒരു ലീവ്സിൻ്റെ ആ ഒരു പാറ്റേണും ആ കേർവ്സും ഫ്ലവേഴ്സും ഒക്കെ സെർദോസിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോമിനൻ്റ്ലി നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ത്രെഡിൻ്റെ കോമ്പിനേഷൻസും അതുപോലെ സ്റ്റോൺ യൂസ് ചെയ്തിട്ടുണ്ട്, സീക്വൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഷുഗർ ബീറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ഹാൻഡ് വർക്കിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതിന് കൂടെ പിൻട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്കാറ്റേഡ് ആയിട്ട് ഷുഗർ ബീറ്റ്സും സെർദോസിയൊക്കെ ആഡ് ചെയ്തിട്ടാണ് യോക്കിൻ്റെ സെറ്റിംഗ്. അതുപോലെ തന്നെ നല്ല അൺഈവൻ സ്കാലപ്പൊക്കെ കൊടുത്ത് യോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു നെക്ക് പോർഷൻ സ്ലീവ് ആയാലും കണ്ടോ ആ ഒരു കോമ്പിനേഷൻസിലാണ് നമ്മളെ കൈയൊക്കെ ഹോൾഡ് ചെയ്യുമ്പോഴുള്ള ഒരു ഭംഗി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ പിൻട്ടക്കും അതുപോലെ തന്നെ ആ ഒരു ഹാൻഡ് വർക്ക് ആൻഡ് ഓൾസോ ആ ഒരു ജെറി വർക്കും കട്ട് ബീഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ത്രെഡിൻ്റെ കോമ്പിനേഷനിൽ സ്ലീവ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പേസ്റ്റ് ലവേഴ്സിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കളേഴ്സും കൂടി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു പിങ്ക് ടോൺ ആണ്, അതുപോലെ ഗ്രീനിലും ആൻഡ് ഓൾസോ ലാവൻഡറിലും ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് എന്ന് പറയുന്നത് നമുക്ക് വേറെ ഈ ഒരു ക്ലാസ് ലുക്ക് ഒന്നും വേറെ അല്ലേ. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് കളർ കണ്ടാലോ, ദിസ് ഇസ് ദ നെക്സ്റ്റ് കളർ. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോൺ കണ്ടോ. ഇതിലായാലും ആ ഒരു വർക്കിൻ്റെ ഒക്കെ ഒരു ഭംഗി ഉണ്ടല്ലോ, നല്ല രസമാണ്. ആ ഒരു സിൽവർ ടോണിലുള്ള ആ ഒരു സെർദോസിയുടെയും അതുപോലെ തന്നെ ആ ഒരു ഷുഗർ ബീഡ്സിൻ്റെയും കട്ട് ബീഡ്സിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷനിൽ വിത്ത് ത്രെഡ് ആൻഡ് സ്റ്റോൺ ഒക്കെ യൂസ് ചെയ്തിട്ട് എലഗൻ്റ് ആയിട്ടാണ് ആ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പാറ്റേൺ പോയിരിക്കുന്നതാണ് ആ ഒരു യോക്കിൻ്റെ സെറ്റിങ്ങിലാണ് ഇതിൻ്റെ ആ ഒരു എലഗൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ദെൻ സ്ലീവ് ആയാലും അതുപോലെ തന്നെ നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു പാറ്റേണും വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ ടോട്ടൽ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ്. അപ്പോൾ നെക്സ്റ്റ് കളർ കണ്ടാലോ. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ടോൺ. നല്ലൊരു പേസ്റ്റൽ ലാവൻഡർ ടോണിലാണ്. ഇതിലായൊരു സിൽവറിൻ്റെ ഹാൻഡ് വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ആ ഒരു പ്രസൻറ്റേഷനും അതുപോലെ തന്നെ ക്ലാസ് ആയിട്ടാണ് നമ്മൾ ആ യോക്ക് പാറ്റേൺ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വിത്ത് പിൻടെക് ആൻഡ് ഓൾ. ആൻഡ് ദെൻ സ്ലീവ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു 3/4 സ്ലീവിലാണ്. നമ്മൾ ആ ഒരു ഹാൻഡ് വർക്ക് ആ ഒരു ബോർഡറിൽ നല്ല കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് പിൻടെക്കും അതുപോലെ സ്കാറ്റേർഡ് ആയിട്ട് നമ്മൾ ആ ഒരു സെർദോസിയും അതുപോലെ തന്നെ ആ ഒരു കട്ട് ബീഡ്സ് ഷുഗർ ബീഡ്സ് ഒക്കെ ആഡ് ചെയ്താൽ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇൻ ടോട്ടൽ എല്ലാ ഹാൻഡ് വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള നല്ല ക്ലാസ് ആണ്, അത്ര ഫീലുള്ള നല്ല ഷെയ്ഡ്സിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹാൻഡ് വർക്ക്. ഒട്ടും മിസ്സാക്കേണ്ട ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണക്ട് ടെസ്റ്റ് 8593822822 ഓർ നമ്മുടെ അതർ നമ്പർ എന്ന് പറയുന്നത് 9946519063. താങ്ക് യു.